ഗായ്സ്, മെറീന ബീച്ചൊക്കെ കണ്ട് തളർന്ന് ക്ഷീണിച്ച് വിശന്ന് പൊരിഞ്ഞ് ഞങ്ങളെത്തിയത് അടയാർ ആനന്ദഭവനിലാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ നമ്മുടെ രസമലായി ഉണ്ടെന്ന് വീണ്ടും പറഞ്ഞു. അപ്പോൾ പോണതിന് മുന്നേ ലാസ്റ്റായിട്ട് രസമലായി കഴിക്കാമെന്ന് വെച്ചിട്ട് അവിടെ ഞങ്ങൾ രസമലായി ഓർഡർ ചെയ്തു കേട്ടോ. നല്ലൊരു വലിയ രസമലായിയുടെ പീസായിരുന്നു. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയാൻ വേണ്ട, അടിപൊളി ടേസ്റ്റായിരുന്നു. ചെന്നൈ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു കേട്ടോ ഈ രസമലായി. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ രസമലായി കഴിക്കണേ. അത് കഴിച്ചത് അടിപൊളി രസമലായി ആയിരുന്നു. അതിൻ്റെ ടേസ്റ്റ് എന്താ പറയുക, ഇങ്ങനെ നാക്കിന്ന് പോകണില്ല. ഇപ്പോൾ കാണുമ്പോൾ പോലും എനിക്ക് കൊതിയായിട്ട് പാടില്ല. അങ്ങനെ ഞങ്ങൾ രസമലായൊക്കെ ആസ്വദിച്ചു. പിന്നെ സൈഡിൽ അവിടെ ഇഷ്ടം പോലെ ഒതൻറ്റിക് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങി അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി. എന്നിട്ട് നേരെ ഞങ്ങൾ ഹോട്ടലിൽ പോയി ലഗേജൊക്കെ എടുത്ത് നമ്മുടെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു ട്രെയിൻ കയറാനായിട്ട്. റെയിൽവേ സ്റ്റേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വലിയ എയർപോർട്ട് പോലത്തെ ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയ റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. ചെന്നൈക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് എത്തി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഗൈസ്.